രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ. എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാത്മീകി രാമായണം ഉത്തരകാണ്ഡത്തിലെ 26-ാം സർഗം നളകൂപരൻ രാവണനെ ശപിക്കുന്നതാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ വൈശ്രവണൻ്റെ കൈലാസപർവ്വതത്തിലെത്തിയിട്ട് രാവണൻ അവിടെ രാത്രി കഴിച്ചു കൂട്ടുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ആ സൂര്യൻ അസ്തമിച്ചപ്പോൾ അദ്ദേഹം പടയോടൊത്ത് അവിടെ തങ്ങുവാൻ തീരുമാനിച്ചു. വളരെ സുന്ദരമായ പ്രദേശമാണ് ഇവിടെയുള്ള ഇത്. അവിടെ ധാരാളം വൃക്ഷങ്ങൾ, കടമ്പ്, ഇലഞ്ഞി, അതുപോലെ ചെമ്പകം, അശോകം, പുന്നാകം, മന്ദരം, മാവ്, പാതിരി, പാച്ചോറ്റി, ഇങ്ങനെ ധാരാളം പുഷ്പസമൃദ്ധമായ വൃക്ഷങ്ങളുണ്ട്. അവിടെയൊക്കെ കിന്നരന്മാർ പാടുകയും ആടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിദ്യാധരന്മാർ അവരുടെ സ്ത്രീകളോടൊന്നിച്ച് ആടുന്നുണ്ട്. വൈശ്രവണൻ്റെ ആ ഭവനത്തിൽ നിന്നുള്ള പാട്ട് പാടുന്ന അപ്സരസ്സുകളുടെ ശബ്ദവും കേൾക്കാനുണ്ട്. കാറ്റിലാടുന്ന മരങ്ങൾ പൂമഴ പൊഴിച്ചുകൊണ്ട് അവിടെ അങ്ങനെ വിലസുന്നുണ്ട്. അപ്പോൾ വസന്തമാസം വന്നു ചേർന്ന പോലെയാണ് അവിടെ തോന്നുന്നത്. ആ കാറ്റും പാട്ടും എല്ലാം കൂടി ആയപ്പോൾ ആ മഹാവീര്യനായ രാവണനും കാമപരവശനായി തീർന്നു എന്ന് പറയുകയാണ്. അങ്ങനെ കാമപരവശനായിരിക്കുന്ന ആ സമയത്താണ് രാവണൻ്റെ മുന്നിലേക്ക് ഒരു സുന്ദരി കടന്നു വരുന്നത്. ദിവ്യാഭരണങ്ങൾ ധരിച്ചവളും പൂർണ്ണചന്ദ്രനെ പോലെ മുഖമുള്ളവളും ചന്ദനമൊക്കെ ശരീരത്തിൽ പൂശിയിട്ടുള്ളവളും പുഷ്പമാലകൾ അണിഞ്ഞവരും കാണാൻ നല്ല സൗന്ദര്യമുള്ളവളും ഒക്കെയായ അപ്സരശ്രേഷ്ഠയായ രംഭയാണ് ആ നേരത്ത് രാവണൻ്റെ മുന്നിലേക്ക് കടന്നു വന്നത്. അങ്ങനെയുള്ള ആ രാവണനെ കണ്ടപ്പോൾ കാമാർത്തനായ രാവണൻ രംഭയെ കണ്ടപ്പോൾ കാമാർത്തനായ രാവണൻ അവളെ കൈക്ക് കടന്നു പിടിച്ച് എന്നിട്ട് അവളോട് ചോദിച്ചു, നീ ആരാണ്? എന്താണ് ഈ വഴിക്ക് പോകുന്നത്? എവിടേക്കാണ് നീ ഇപ്പോൾ പോകുന്നത്? ആരെ സന്തോഷിപ്പിക്കാനാണ് പോകുന്നത്? എന്തായാലും എനിക്ക് നിന്നോട് വലിയ താല്പര്യം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ ഈ രാത്രി കഴിച്ചു കൂട്ടാമെന്നൊക്കെ രാവണൻ അവളോട് പറഞ്ഞു. അപ്പോൾ ആ രംഭ അദ്ദേഹത്തിനെ തൊഴുതുകൊണ്ട് പറഞ്ഞു, അല്ലേ മഹാരാജാവേ, അങ്ങ് എനിക്ക് ഗുരുവാണ്. കാരണം എന്നെ മറ്റുള്ളവർ ആക്രമിക്കുന്നതിൽ നിന്ന് പോലും രക്ഷിക്കേണ്ട ചുമതലയുള്ള ആളാണങ്ങ്. അതുകൊണ്ട് അങ്ങ് എന്നെ ഇങ്ങനെ ചെയ്യരുത് എന്നാവശ്യപ്പെട്ടു. ഇത് കേട്ടപ്പോൾ ആ രാവണൻ വീണ്ടും രംഭയോട് ചോദിച്ചു, എന്താണ് നീ പറയുന്നത്? എങ്ങനെയാണ് നീ എൻ്റെ മകൻ്റെ ഭാര്യയായി വരുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആ രംഭ മറുപടി പറഞ്ഞു, ഞാൻ അങ്ങയുടെ സഹോദരനായ വൈശ്രവണൻ്റെ മകനായ നളകൂപരൻ്റെ പത്നിയാണ്. അദ്ദേഹം വളരെ വീര്യവാനും ക്രോധത്തിൽ അഗ്നിയും ക്ഷമയിൽ ഭൂമിയും പോലെയുള്ളവനുമൊക്കെയായ അദ്ദേഹമാണ്. ആ ലോകപാലപുത്രനുമായിട്ട് സംഗമിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ പോകുന്നത്. അതുകൊണ്ട് അല്ലേ ശത്രുനാശനായ രാവണ, അങ്ങയുടെ പുത്രവധുവായ എന്നെ തടഞ്ഞു നിർത്താതെ വിട്ടയക്കണം എന്ന് ആവശ്യപ്പെട്ടു. ഇത് കേട്ടപ്പോൾ രാവണൻ വളരെ തമാശയായിട്ട് അവളോട് പറഞ്ഞു എന്ന് പറയണേ, നീ എൻ്റെ മകൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞുവല്ലോ. പക്ഷെ അതൊക്കെ ഏകപത്നി വ്രതമുള്ളവർക്കുള്ളതാണ്. അല്ലാതെ നിന്നെപ്പോലെയുള്ള ദേവന്മാരുടെ എല്ലാവരുടെയും കാമങ്ങൾ തീർത്തു കൊടുക്കുന്ന അപ്സര സ്ത്രീകൾക്ക് അങ്ങനെ ഏകപത്നി വ്രതമൊന്നുമില്ല. ഒരു സ്ത്രീയെ വെൽക്കുന്ന ഏർപ്പാടും അവർക്കൊന്നുമില്ല. അതുകൊണ്ട് നിന്നെ വിട്ടു കളയേണ്ട കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവളെ പിടികൂടി തൻ്റെ ആഗ്രഹം സാധിച്ചു എന്ന് പറയുകയാണ്. പിന്നീട് രംഭ മാലകളും ആഭരണങ്ങളും ഒക്കെ ചിന്നിച്ചിതറി എങ്ങനെയാണ് ഒരു കാട്ടാന പുഴയെ കലക്കി മറിച്ചാൽ ഉണ്ടാവുന്നത് അതുപോലെയുള്ളവളായി തീർന്ന് അവിടെ നിന്ന് ഓടിപ്പോയി എന്ന് പറയുകയാണ്. ഇങ്ങനെ പേടിച്ച് വിറച്ച് നാണിച്ച് വന്ന ആ രംഭയെ കണ്ടപ്പോൾ നളകൂപരൻ അവളോട് ചോദിച്ചു, എന്താണ് നിനക്ക് സംഭവിച്ചത്? ആരാണ് നിന്നെ ഈ തരത്തിൽ ആക്രമിച്ചത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് അവൾ പറഞ്ഞു, ആ രാക്ഷസ രാജാവ് രാവണൻ തൻ്റെ വലിയ സൈന്യത്തോടു കൂടി ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹമാണ് എന്നെ കാമമോഹിതനായിട്ട് ഇങ്ങനെ അപമാനിച്ചത് എന്ന് അവൾ മറുപടി പറഞ്ഞു. അപ്പോൾ ആ വൈശ്രവണപുത്രന് വളരെ ദേഷ്യമുണ്ടായി. പക്ഷേ തന്നെ കൊണ്ട് അദ്ദേഹത്തിനെ വധിക്കാൻ കഴിയില്ല എന്നറിയാമായിരുന്നതുകൊണ്ട് ക്രൂരമായ ഒരു ശാപത്തിനെ അദ്ദേഹത്തിലേക്ക് അയക്കുകയാണ് ആ
നളകൂപരൻ ചെയ്ത്. ആ നളകൂപരൻ്റെ ശാപം ഇങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ ഒരു സ്ത്രീയെ അത്യാചാരം ചെയ്തുകൊണ്ട് നീ ആക്രമിച്ചുവല്ലോ, ഇനിയും ഏതെങ്കിലും ഒരു സ്ത്രീകളോട് അവരുടെ താല്പര്യമില്ലാതെ നീ അവരെ പ്രാപിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിൻ്റെ തല പൊട്ടിത്തെറിച്ച് പോകട്ടെ, നിനക്ക് നാശം സംഭവിക്കട്ടെ എന്നാണ് നളകൂപരൻ രാവണനെ ശപിച്ചത്. അങ്ങനെയുള്ള ആ ശാപവാർത്തകൾ അറിഞ്ഞ് ഇപ്പോൾ പതിവ്രതകളായ സ്ത്രീകൾക്കൊക്കെ വളരെ സന്തോഷമായി എന്ന് പറയുന്നത്. കാരണം രാവണൻ അവരെയൊക്കെ പലമട്ടിൽ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, ഇനി രാവണന് അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ എന്നുള്ളതുകൊണ്ട് എല്ലാവരും പതിവ്രതകളായ സ്ത്രീകളെല്ലാവരും സന്തോഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.